പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചിലർ അവസാനത്തെ ഒരു തരം ഒരു മെഡിക്കൽ സൊല്യൂഷനായിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ മേഖലകളും മക്കളില്ലാത്തവരെ വയറ്റിൽ കൈ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശരീരത്തിന് സിസ്റ്റുള്ളവരെ അവിടെ എല്ലാം കൈകൾ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. തൈറോയിഡുകാർ, ടോൺസൈറ്റുകാർ, സ്പോണ്ടിലോസിസുകാരെല്ലാം കഴുത്തിൽ കൈ പൊത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവിന് വേദനയുള്ളവർ, കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. PCODക്കാരെ പൊക്കിളിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഉദരരോഗികൾ ഊടിന് ഒപ്പം കൈവച്ച് പ്രാർത്ഥിക്കണം. ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾ, പാൻക്രിയാസ് രോഗികൾ നെഞ്ചും കൊണ്ട് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഹൃദയരോഗികൾ, ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ശിരസംബന്ധമായ ന്യൂറോ ട്രബിൾ ഉള്ളവർ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശക്തമായി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, 10,000-കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം ഏറ്റു പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുപ്രർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമായിക്കൊണ്ട് മരുന്ന് ലേവനമല്ല, ദൈവത്തിന്റെ ശക്തിയാൽ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്വർഗീയരാജനീശോ, സ്വർഗീയരാജനീശോ, നിൻ മുൻപിൽ വന്നിതാ കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. രാജ്യം വിട്ടു പോയിരിക്കുന്നവരെ, വീട് വിട്ടു പോയിരിക്കുന്നവരെ, നാട് വിട്ടു പോയിരിക്കുന്നവരെ, ചിലപ്പോൾ പഠനകാര്യമാകാം, ചിലപ്പോൾ ജോലിക്കാര്യമാകാം, പല വിസ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്തവരെ അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അവരെല്ലാം വന്നിരിക്കും മക്കളെ, എത്രയും വേഗം വന്നിരിക്കും. ഈ ആരാധനയിൽ കർത്താവ് പ്രവർത്തിക്കും. ഈശോയുടെ അമ്മ മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ കുടുംബത്തിന് വേണ്ടി. നിൻ്റെ മനസ്സും നിൻ്റെ മക്കൾ ചിലപ്പോൾ നിൻ്റെ സ്നേഹം വിട്ടുപോയി കാണാം. ഒരു സ്നേഹവും കാണിക്കണില്ലാത്ത മക്കൾ അവർ നിന്നെ വിട്ടു പോയിരിക്കുകയാണ്. അവരൊക്കെ തിരിച്ചു വരും. നീ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, നീ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്താണ്. ഇന്ന് അവർ പ്രത്യേക പ്രേമക്കുരുക്കിലും പ്രത്യേക ആന്തരികമായ അധമ ബന്ധങ്ങളിലൊക്കെ പെട്ട് അവരെ കുരുങ്ങിയിരിക്കുകയാണ്. ആ കുരുക്കെല്ലാം അഴിച്ചുകൊണ്ട് അമ്മ അവരെ തിരിച്ചു കൊണ്ടുവരും. ശ്രദ്ധിക്കട്ടെ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20:13. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20:13. മത്തായി സുവിശേഷം 20-ാം അധ്യായം 13-ാം തിരുവചനം. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു,
സ്നേഹിത, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല. ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്. അതായത് ദൈവത്തിൻ്റെ ഒരു നിലപാട് ഇതാണ്. ദൈവത്തിൻ്റെ നിലപാടാണ് ഈശോ വ്യക്തമാക്കുന്നത്. അതായത് സ്നേഹിത, നിന്നോട് ഞാൻ ഒരു അനീതിയും ചെയ്തിട്ടില്ല. എന്താണ്? നീ ഒരു ധനാറയ്ക്കിനെ സമ്മതിച്ചു, നിൻ്റെ കൂലി വാങ്ങിക്കൊണ്ട് പോവുക. അവസാനം വന്നവർക്കും ഒരു ധനാറ തന്നെ കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ എൻ്റെ സ്വത്ത് എനിക്കിഷ്ടമുള്ളവർ കൊടുക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനീതിയും ചെയ്യണില്ല ദൈവം. പക്ഷെ അത് വിശ്വസിക്കാൻ മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എക്സ്ട്രാ വേണം. അവിടെയാണ് വിഷയം വേണ്ടത്. പരിശുദ്ധാത്മാവില്ലാത്ത ലോകത്താന്മാർ കാണുമ്പോൾ എല്ലാത്തിലും അനീതി കാണും. കാര്യം എന്താണ്? അവന് അത് കാണാനുള്ള പ്രത്യേകമായ ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ള. ഇപ്പം നമ്മളെ എഫേസ്യസ് ലേഖനം 1:18 ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ തിരുവത്താഴ മേശയിൽ സമ്മാനമേ, തിരുവത്താഴ മേശയിൽ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. എഫേസ്യസ് 1:18 ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശുദ്ധർക്ക് അവിടുന്ന് നൽകുന്ന പ്രത്യാശയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ മഹത്വമാണ്. അതറിയാൻ നമുക്ക് എന്താണ്? ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ ദൈവികമായ പദ്ധതികൾ നമ്മൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഈ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. അതായത് ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇപ്പം പരിശുദ്ധാത്മാവിലാണ്. ഇപ്പം പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ദൈവം നീതിമാനാണെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ഒന്നൊരു വായിച്ചോളൂ ശ്രുതികടെ ഹല്ലേലൂയ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതായത് ഈ വചനത്തിൽ വരുന്ന, ഇപ്പം നമുക്കറിയാം, അച്ഛനിത് ഒന്ന് ഓർത്തുപോലും ഇല്ലാത്തൊരു വചനം ഈശോ തന്നതാണ് നമുക്ക്. പക്ഷെ ഇതിൻ്റെ വചനത്തിൽ വരുന്ന ദൈവികമായ കുറച്ച് വഴികളുണ്ട്. അതിലൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേസ്യസ് ലേഖനമാണ് 1:18 നമ്മൾ വായിച്ചത്. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വം, നിത്യമഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഈ നിത്യമഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുന്നതിന് എന്ത് ചെയ്യണം? ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കണം.
ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. അപ്പോൾ എന്താ ഇന്ന് പറയാൻ കാര്യം, ഈ ആന്തരിക നേത്രങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ സഹനവും ആന്തരിക നേത്രങ്ങളും തമ്മിൽ കുറേ ബന്ധമുണ്ട്. നമ്മുടെ ഈ സബ്ജക്റ്റ് എന്താ ശരിക്കും പറഞ്ഞാൽ? നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് ഉടമ്പടി, അത് വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. വാഗ്ദാനം എന്താണ്? ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് ബൈബിളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ വാഗ്ദാനത്തെ നമ്മളെന്താ ചെയ്യണത്? ഉടമ്പടി വഴി പ്രാപിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പ്രാപിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഈ വാഗ്ദാനം പ്രാപിക്കാൻ എന്ത് വേണം? വാഗ്ദാനം പ്രാപിക്കാൻ കുറച്ച് കഷ്ടപ്പാടുകൾ കൂടി വേണം. വിശ്വാസം വേണം. വാഗ്ദാനം പ്രാപിക്കാൻ വിശ്വാസം വേണം. പിന്നെന്ത് വേണം? പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം. പക്ഷേ ഇത് മൂന്നും പോരെ, ഇച്ചിരി കഷ്ടപ്പാട് കൂടി വേണം. പിടിയോ? ഇത് വളരെ ശ്രദ്ധിച്ച് ഉടമ്പടിയുടെ വിദ്യാർത്ഥികൾ, ഉടമ്പടി എടുത്തിരിക്കുന്നവർ, ഉടമ്പടി പഠിക്കാനുള്ളവർ ശ്രദ്ധിക്കണം. അതായത് വാഗ്ദാന രൂപത്തിലാണ് ദൈവം എല്ലാം ബൈബിളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വാഗ്ദാനം പ്രാപിക്കുകയാണ് ചെയ്യണത്. കാര്യം ഉടമ്പടി എപ്പോഴും ഒരു ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. തന്നെയല്ല, ഉടമ്പടി ഒരു പദ്ധതി പ്രാർത്ഥനയാണ്. അതൊരു പദ്ധതിയാണ്, ദൈവികമായ പദ്ധതി. ആ പദ്ധതി നമ്മൾ അതിൽ ഭാഗഭാക്കാകുകയാണ് ചെയ്യണത് ഉടമ്പടി വഴി. പക്ഷേ ഉടമ്പടിയിൽ എന്ത് ചെയ്യും? ഇപ്പം പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള പരിശുദ്ധ അമ്മയാണ് എലിസബത്ത് കണ്ടത്, അല്ലേ? ഗർഭവതിയായ പരിശുദ്ധ അമ്മയാണ് എലിസബത്ത് കണ്ടത്. പക്ഷേ അമ്മയ്ക്ക് പോലും താൻ ഗർഭവതിയാണെന്ന് അറിയത്തില്ല, ഇല്ലേ? അമ്മ കടലാസൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് പോണത് എലിസബത്തിൻ്റെ വീട്ടിലേക്ക്. അല്ല, അമ്മയ്ക്ക് അറിയത്തില്ല അവർ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. മംഗളവാർത്തയ്ക്ക് അവർ ഫിയത്ത് പറഞ്ഞു എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൻ്റെ ഭാഗത്തുനിന്ന് എന്തൊരു നടപടിക്രമം ഉണ്ടായാലും അത് ഏറ്റെടുക്കാൻ ഏതറ്റം വരെ പോകാനും ഇതാ കർത്താവിൻ്റെ ദാസി, സെർവൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഉടമ്പടി ചെയ്യണത്. ഒരു പക്ഷേ ഏറ്റവും നല്ല ഉടമ്പടി അതാണ്. അവർ സെർവൻ്റാണ് ഞാൻ എന്ന് പറഞ്ഞ് അമ്മ സമർപ്പണം ചെയ്യണതും ആ അപ്പൻ്റെ വാഗ്ദാനം, മംഗളവാർത്തയിലൂടെ നൽകുന്ന വലിയ വാഗ്ദാനമുണ്ട്. ഇത് പ്രാപിക്കാൻ വേണ്ടി ഞാനൊരു സെർവൻ്റാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം സെർവൻ്റാകുന്നതിലൂടെയും ഉടമ്പടി പ്രാപിക്കാൻ പറ്റും. ഇത് താഴ്ന്നു വരണവരുടെ ദൈവഹിതം എങ്ങനെ സെർവൻ്റാകുമ്പോൾ ചുമ്മാ സെർവൻ്റൊന്നും ആകാൻ പറ്റത്തില്ല. ചുമ്മാ സെർവൻ്റാകുമ്പോൾ സ്വാഭാവികമായിട്ടും വാഗ്ദാനം, അമ്മയുടെ ഒരു മെത്തേഡ് അതാണ്. വാഗ്ദാനം പ്രാപിക്കാൻ ഞാൻ സെർവൻ്റ് ആയിക്കൊള്ളാമെന്നാണ് അമ്മ പറയണത്. ബൈബിളിലെ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ സഫറിങ് സെർവൻ്റാണ്, സഹനദാസിയാണ്. അപ്പം സഹനത്തിനൊരു കണ്ടൻ്റ് ഉണ്ട്. അപ്പൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ, വചനത്തെ മാംസമാക്കി രക്ഷകനായ ലോകത്തേക്ക് നൽകാൻ ഞാൻ സഹനം ഏറ്റെടുത്തോളാമെന്ന് അമ്മ പറയും. അപ്പോഴങ്ങനെ പറയുന്ന സമയത്ത് അപ്പോൾ വചനം മാംസമായി അമ്മ പ്രഗ്നൻ്റ് ആവും. പക്ഷെ അമ്മ എങ്ങനെയാണ് ഈ വാഗ്ദാനം പ്രാപിച്ചതിനെക്കുറിച്ച് എലിസബത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകണത്. അമ്മ എങ്ങനെയാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ ശ്രദ്ധിക്കണം. അമ്മ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന്, അമ്മ അപ്പനുമായിട്ട് ചെയ്തിട്ടുള്ള ഉടമ്പടി എങ്ങനെയാണ് അമ്മ ആ വാഗ്ദാനം പ്രാപിച്ചതെന്ന് നമുക്ക് അമ്മയുടെ വാക്കിൽ നിന്ന് കിട്ടത്തില്ല, എലിസബത്തിൻ്റെ വാക്കിൽ നിന്നാണ് കിട്ടണത്. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുന്നത് വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:45 അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്, അമ്മ എങ്ങനെയാണ് ഉടമ്പടി പ്രകാരം വാഗ്ദാനം പ്രാപിച്ചതെന്ന് എലിസബത്ത് പറയുന്നുണ്ട്. എന്താണ് എലിസബത്ത് പറയണത്? മേരി എന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഇതാണ് വിഷയം. അമ്മ ഈ ഉടമ്പടി പ്രകാരം എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന് വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:45 പറയണത്. എങ്ങനെയാണ്?
എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞു. എന്താണ് എലിസബത്ത് പറഞ്ഞത്? അഥവാ എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് പറഞ്ഞത്? മേരി എലിസബത്തിന് പരിശുദ്ധാത്മാവ് എന്താണ് എലിസബത്തിലൂടെ പറഞ്ഞത്? മേരി, യു ആർ ബ്ലെസ്സഡ്. നീ എന്താണ്? ഭാഗ്യവതിയാണ്. എന്താണ്? ഈ ഉടമ്പടി ആണ് നമ്മളെ ഭാഗ്യമുള്ളവരാക്കണത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മേരി ജോസഫ്. ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ നിന്ന് ഞാൻ വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2017 അന്ന് മുതൽ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. എല്ലാവരും ചൊല്ലുന്നുണ്ടായിരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വിദേശത്ത് പോകാൻ, അവൾ നേഴ്സാണ്. എല്ലാം ഇവിടുന്ന് അമ്മയുടെ അനുഗ്രഹത്താലാണ് അവരുടെ പഠിത്തവും വിജയവും എല്ലാം ഇവിടുന്നാണ്. അമ്മൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച ശേഷമാണ് എല്ലാം കിട്ടിയിട്ടുള്ളത്. 2017 ഉടമ്പടി എടുത്തിട്ട് വിദേശത്ത് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് 2 പ്രാവശ്യം IELTS എക്സാം എഴുതിയിട്ടും തോറ്റുപോയി. പിന്നെ അച്ഛനെ വന്ന് കണ്ട് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനൊരു കാശുരൂപം തന്നിട്ട്, ഉടമ്പടി പ്രാർത്ഥനയുടെ കാശുരൂപമായിട്ട് വേണം ഇനി നീ എക്സാം എഴുതാൻ പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ OET എഴുതാൻ പോയപ്പം ആ കാശുരൂപമായിട്ടാണ് പോയത്. ആ എക്സാമിന് അവൾ പാസ്സാകുകയും ചെയ്ത് ഇപ്പോൾ 6 മാസം അയാൾ UK ജോലി ചെയ്യുന്നു. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് നടന്നത്. അടുത്തത്, ഞങ്ങൾ വീട് വിറ്റിട്ട് വേറെ വീട് സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരുങ്ങിയിട്ട് 2 വർഷമായിട്ടും ആ കച്ചവടം നടക്കുന്നില്ലായിരുന്നു. കച്ചവടം മുടങ്ങി പോകും. അങ്ങനെ അച്ഛനോട് വന്ന് പറഞ്ഞ് വിൽക്കണോ വേണ്ടേ എന്നുള്ള തർക്കമായപ്പോൾ അച്ഛനോട് ചോദിച്ച്, അച്ഛാ വീട് വിൽക്കണമെന്നുണ്ട്, എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് വീട് വിൽക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. അപ്പം അച്ഛൻ്റെ അനുവാദം കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെയും അച്ഛനെ വന്ന് കണ്ടച്ച ഇത്രയും 2 വർഷം കഴിഞ്ഞിട്ടും വീടിൻ്റെ കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം അച്ഛനൊരു കാശുരൂപം തന്നിട്ട് പറഞ്ഞ്, ഈ കാശുരൂപം നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി, വീട് വേഗം കച്ചവടമാണെന്ന് പറഞ്ഞ് 3 മാസം ആകുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീട് കച്ചവടമാക്കി മാതാവ് തന്ന്. അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഫിലോ തോമസ്. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം 2021 സെപ്റ്റംബർ 3 ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരാഴ്ച മുന്നേ എൻ്റെ മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മോളുടെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ ഉടമ്പടി എടുത്തിരുന്നത്. കഴിഞ്ഞ കുറേ കമ്പനികളിൽ നിന്ന് അവൾക്ക് ഇൻ്റർവ്യൂ വന്നിരുന്നു. പക്ഷേ എല്ലാ കമ്പനികളിലും ഓരോ പ്രോസസ്സിങ് കഴിയുമ്പോഴും ചിലതിൽ 2 ജയിക്കും, പിന്നെ 2 അവൾ റിജക്റ്റ് ആവും. അങ്ങനെ ലാസ്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് അവൾക്ക് എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സിങ് എല്ലാം ശരിയായിട്ടൊന്ന് DXC എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന്. അത് അവർ മെയിൽ റിപ്ലൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈയും വന്നില്ല. അതിന് ശേഷം അവൾ കുറേ കമ്പനികൾ വന്നു, ഒന്നും ശരിയായില്ല. അവസാനം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തത്. ഞാൻ എടുത്തപ്പോൾ അതിൽ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 3 ഞാൻ എടുത്ത കാരണം അത് മാതാവിൻ്റെ ജന്മത്തിരുന്നാളിൻ്റെ സമയമായിരുന്നു. സെപ്റ്റംബർ 1 മുതൽ 8 തീയതി വരെ ഞാനും മോളും നൊയമ്പെടുത്തിട്ട് നിയോഗം വെച്ച് കുർബാനയ്ക്ക് പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ നിയോഗത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മോൾക്ക് സെപ്റ്റംബർ 8 തീയതിക്കുള്ളിൽ ആ ഡേറ്റിനുള്ളിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 8 തീയതിയായി. 8 തീയതി രാത്രി 10 മണിയായിട്ടും ഒരു മെയിലിൽ ഒരു റിപ്ലൈയും വന്നിട്ടില്ല. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് രാത്രി 10 മണിയായി, ഇനി 2 മണിക്കൂറും കൂടി ഉണ്ട് നേരം വെളുക്കാനായിട്ട്. അതിനുള്ളിൽ മാതാവിന് എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാനും ഹസ്ബൻഡും കൂടി പള്ളിയിൽ പോകാൻ നിൽക്കുന്ന നേരത്ത് മോള് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് രാത്രി 11:45 മെയിൽ വന്നിട്ടുണ്ട്. സാധാരണ ആ കമ്പനിയിൽ നിന്ന് വ്യാഴാഴ്ചയും ശനിയാഴ്ചയാണ് എപ്പോഴും മെയിൽ വരാറ്. അന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8 തീയതി ഒരു ബുധനാഴ്ച ദിവസമായിരുന്നു. അന്ന് 11:45 അവൾക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു കമ്പനിയിൽ അവൾക്ക് ജോലിയും കിട്ടി. അതോടൊപ്പം അവൾ ഒരു ACS എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ. അതിൻ്റെ 4 റൗണ്ട് അതിൽ എഴുതാൻ പറ്റുള്ളൂ. 3 റൗണ്ടിൽ അവൾ ഫെയിലായി. അങ്ങനെ അതും അവൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4ാമത്തെ റൗണ്ടിൽ 200 മാർക്ക് കിട്ടണം. അതിന് 220 മാർക്ക് കിട്ടിയിട്ട് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതോടൊപ്പം ഞങ്ങളുടെ ചെറിയ മകന് 11 വർഷമായിട്ട് കൈയിൻ്റെ അടിയിലും
കാലിൻ്റെ അടിയിലൊക്കെ ഒരു ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത കാരണം എനിക്ക് ഉപ്പോ വിശുദ്ധ വസ്തുക്കളൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എനിക്ക് കുറച്ച് ഉപ്പും തേനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ ഉപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ മോന് 3 ദിവസം അടുപ്പിച്ചിട്ട് രാത്രി ആകുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി, അവനും വിശ്വാസപ്രമാണം ചൊല്ലിപ്പിച്ചു. എന്നിട്ട് കാല് ചൂടുവെള്ളത്തിലിട്ടിട്ട് 3 ദിവസം കഴിഞ്ഞ് ഒരു 4ാമത്തെ ദിവസമായപ്പോൾ അത് കംപ്ലീറ്റ് കൈൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലുള്ള ആ ചൊറിച്ചിൽ, 11 വർഷമായിട്ടുള്ള ചൊറിച്ചിൽ അവനത് നീക്കം ഇതുവരെയ്ക്കും അത് ഉണ്ടായിട്ടില്ല അവന്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഒരു ദിവസം നെഞ്ചുവേദന കണ്ടു. അപ്പോൾ നെഞ്ചുവേദന കണ്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ 10 മണിക്കുള്ളിൽ, രാവിലെയാണ് കണ്ടത്, 10 മണിക്കുള്ളിൽ എനിക്ക് നെഞ്ചുവേദന മാറ്റി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 8-8:15 ആകുമ്പോൾ തേനും ഇഞ്ചിനീരിൽ തേൻ കലക്കിയിട്ട് കൊടുത്തു. ഒരു 9:45 ആയപ്പോഴേക്കും ആ നെഞ്ചുവേദന മാറി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തൊട്ടതിൽ എനിക്ക് കലക്കി തന്നതിന് ശേഷം പറഞ്ഞു, ഒന്നുമില്ല, കൃപാസനത്തിലത്തെ നേർച്ച വസ്തുവാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും എനിക്ക് മാറി കിട്ടി. ഇതുവരയ്ക്കും എനിക്ക് അമ്മ തന്ന കോടാനുകോടി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയാണ്. ഇനിയും ഞാൻ ഇന്നാണ് ഇവിടെ വന്ന് നേരിട്ടിട്ട് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതിലും ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട്. അതും എന്തായാലും അമ്മ സാധിപ്പിച്ചു തരുന്നു പൂർണ്ണമായും. എൻ്റെ പേര് ഷീന അംബ്രോസ്. ഞാൻ എറണാകുളം കാക്കനാട് സെൻറ്റ് മൈക്കിൾസ് ചർച്ച് ഇടവകാംഗമാണ്. ഞാനിവിടെ 2019 ഫെബ്രുവരി 5-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ബ്രസ്റ്റിൽ കുറച്ച് നോഡ്യൂൾസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്, അപ്പം എനിക്ക് വിഷമമായിട്ട് ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ എല്ലാ ചെക്കപ്പും എല്ലാം നടത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് കുറച്ച് മെഡിസിൻസൊക്കെ കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ മെഡിസിൻസൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ചേട്ടനാണ് എന്നോട് പറഞ്ഞത്, നിനക്ക് എന്തുകൊണ്ട് കൃപാസനത്തിൽ പോയി ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൂടാന്ന്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്, അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ 2ാമത്തെ നിയോഗമായി വെച്ചത് എൻ്റെ ബ്രസ്റ്റിലുള്ള മുഴകളൊന്നും ക്യാൻസർ ആവരുത് എന്നായിരുന്നു. പിന്നെ ഞാൻ ബാക്കി 5 നിയോഗങ്ങളും വെച്ചിരുന്നു. അങ്ങനെ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഞാൻ സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പവുമില്ല, ഇനി മരുന്നൊന്നും കഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല, ഇതൊരിക്കലും ഒരു ക്യാൻസറായി തീരത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞാൻ എല്ലാ മാസവും ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ധ്യാനമൊക്കെ കൂടുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ്. എൻ്റെ ഹസ്ബൻഡിന് സൗദി അറേബ്യയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പം അവിടെ കമ്പനി പൂട്ടപ്പെടുകയും ജോലി നഷ്ടപ്പെടുകയും ചെയ്ത്, അപ്പോൾ അവിടെ 2 വർഷത്തെ സാലറിയും 22 വർഷത്തെ എല്ലാ ആനുകൂല്യങ്ങളും കൂടി ഞങ്ങൾക്ക് ഒരു 1.25 കോടിയോളം രൂപ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അംബ്രോസ് അത് കേസ് കൊടുത്ത്, അങ്ങനെ ഞങ്ങൾ ഒരു 4 വർഷമായിട്ട് കേസിലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ആവശ്യമായി ആദ്യം വന്നത് ഇവിടെ എൻ്റെ ക്യാൻസർ ആവരുത് എന്നൊരു ആവശ്യത്തോടു കൂടിയായിരുന്നു. പക്ഷേ ഞാൻ നിയോഗത്തിൽ ഇതും വെച്ചിരുന്നു, എൻ്റെ ഹസ്ബൻഡിന് കിട്ടാനുള്ള പൈസ കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 2020 അംബ്രോസ് കേസ് എല്ലാം ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് വിധിച്ച് ഞങ്ങൾക്ക് ആ പൈസ കിട്ടണം എന്ന് കോടതി വിധിച്ച്. പക്ഷേ അപ്പോഴും കമ്പനിക്ക് പൈസ തരാനില്ലാത്തത് കൊണ്ട് കമ്പനി വിറ്റാൽ മാത്രമേ പൈസ തരൂ എന്ന് പറഞ്ഞ്, അങ്ങനെ അംബ്രോസ് പോസിറ്റീവായിട്ട് കേസ് വിധിച്ചതിൻ്റെ പേരിൽ നാട്ടിലേക്ക് വന്ന്, അങ്ങനെ 1 മാസം കഴിഞ്ഞ് തിരിച്ചു പോകാനിരിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വരികയും മാർച്ച് 17-ാം തീയതി അംബ്രോസിൻ്റെ ടിക്കറ്റ് ക്യാൻസലാവുകയും ചെയ്ത്. അംബ്രോസിന് തിരിച്ചു പോകാൻ സാധിച്ചില്ല. അങ്ങനെ ഇവിടെ പെട്ടുപോയി. അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായിരിക്കുമ്പോഴാണ് ഏപ്രിൽ 12-ാം തീയതി 2020 ഏപ്രിൽ 12-ാം തീയതി, അതിന് മുമ്പ് ഞാൻ അംബ്രോസിനെ 3 പ്രാവശ്യം കൃപാസനത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് അതെനിക്ക് സാധിച്ച്. ഞങ്ങൾ ഫെബ്രുവരിയിൽ വന്ന് മാർച്ചിൽ 2 പ്രാവശ്യം ഞാനിവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഏപ്രിൽ 12-ാം തീയതി ഒരു ഫോൺ വന്ന്
എല്ലാ പൈസയും ബാങ്കിലെത്തിയിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് വരണമെന്ന് പറഞ്ഞു. പക്ഷേ അംബ്രോസിന് പോകാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ആ സമയത്ത് കംപ്ലീറ്റ് എയർപോർട്ട് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായി വീണ്ടും. അപ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അത്ഭുതം എന്ന് പറയുന്ന പോലെ അവിടെ അംബ്രോസിൻ്റെ ചേട്ടനുണ്ടായിരുന്നു. മാതാവ് ചേട്ടനിലൂടെ ഇടപെട്ട് മാതാവ് ചേട്ടനെ എന്നും ബാങ്കിൽ ചെല്ലും, ചേട്ടൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. അപ്പോൾ അവരാദ്യം സമ്മതിച്ചില്ലായിരുന്നു. അംബ്രോസ് വരാതെ ഒരിക്കലും ആ പൈസ തരാൻ പറ്റില്ല എന്ന് അവർ നിർബന്ധം പിടിക്കുകയായിരുന്നു. പക്ഷേ മാതാവ് ഇടപെട്ടതുകൊണ്ട് ഒരു ദിവസം അംബ്രോസിൻ്റെ ചേട്ടൻ ചെന്ന് ചോദിച്ചപ്പം അവർ ചെക്ക് കൊടുക്കുകയും വീണ്ടും അത് വേറൊരു ബാങ്കിൽ കൊണ്ടുചെന്ന് കൊടുത്ത് അവരത് റിസീവ് ചെയ്യുകയും ചെയ്ത് ഞങ്ങൾക്കങ്ങനെ ആ പൈസ മുഴുവനും മാതാവ് വഴി കിട്ടി. അങ്ങനെ അംബ്രോസ് 1.5 വർഷം ഇവിടെ ജോലിയില്ലാതെ നിന്നെങ്കിലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ജീവിക്കാൻ സാധിച്ചു. അതിന് 1.5 വർഷത്തിന് ശേഷം വീണ്ടും അവിടെ ചെല്ലുകയും അംബ്രോസിന് വേറൊരു ജോലി കിട്ടുകയും ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ മാതാവിൻ്റെ തേനും ഉപ്പും തൈലവും എല്ലാം യൂസ് ചെയ്ത് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെയും കിട്ടിയിട്ടുണ്ട്.